നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്നത് കെജ്രിവാളാണ്. ഇന്ത്യ മുന്നണിക്ക് കിട്ടിയ ഒരു അവസരമാണ് കെജ്രിവാൾ. കെജ്രിവാളിന്റെ അറസ്റ്റ് കഴിഞ്ഞിട്ട് ജയിലിലായതും ജയിലിൽ നിന്നും കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയതും ജാമ്യം അദ്ദേഹം ചോദിക്കാതെ തന്നെ വരം നൽകുന്നത് പോലെ ദൈവം ചോദിക്കാത്ത തപസ് ചെയ്യുന്നവർക്കാണ് സാധാരണ ദൈവം വരം കൊടുക്കുന്നത്. അത് ദിവസങ്ങളോളം മാസങ്ങളോളം വെയിലും മഴയും കൊണ്ട് ആഹാരം കഴിക്കാതെ തപസ് ചെയ്യണം. പക്ഷേ കെജ്രിവാള് ഇതൊന്നും ചെയ്തതുമില്ല. അതുപോലെ തന്നെ കെജ്രിവാള് ജാമ്യം ചോദിച്ചതുമില്ല. പക്ഷേ നമ്മുടെ സുപ്രീം കോടതി അങ്ങോട്ട് വാരിക്കോരി ഒരു അനുഗ്രഹം കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. എന്നാൽ അത് നാളെ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്നും നാളെ ഇതുപോലെ കള്ളപ്പണം വെളുപ്പിക്കുന്നവരെ മുഴുവനും അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം ഈ കാര്യം, അതായത് ഈ കെജ്രിവാളിന് ജാമ്യം നൽകുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ജാമ്യം ചോദിക്കുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ നിയമം അനുസരിച്ചാണെങ്കിൽ കൃത്യമായിട്ട് ജാമ്യം കൊടുക്കുക തന്നെ വേണം. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സുപ്രീം കോടതി ഇങ്ങനെ അങ്ങോട്ട് ജാമ്യം കൊടുത്തതിന്റെ ദോഷഫലം എപ്പോഴാണ് അനുഭവിക്കാൻ പോകുന്നത് പിന്നീട് നമുക്ക് കാണാം. എന്തായാലും അത് പോട്ടെ. എന്തായാലും കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഒരു വല്ലാത്ത വീണ് കിട്ടിയ അവസരമാണ്. കെജ്രിവാൾ ഇങ്ങനെ ഉയർത്തി നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ആർക്കും വേണ്ട. രാഹുൽ ഗാന്ധിയെ ആരും ഉയർത്തി കാണിക്കുന്നതുമില്ല. എന്തായാലും റായ്ബറേലിയിൽ ചെന്നിട്ട് പിന്നെ അമ്മയും മക്കളും എല്ലാം കൂടെ ചേർന്ന് എന്തൊക്കെയോ കരഞ്ഞു കാണിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇപ്പം ഇന്ത്യ സഖ്യം വലിയ ഉയർത്തി കാണിക്കുന്നില്ല. പകരം കെജ്രിവാളിനെ ഉയർത്തിക്കൊണ്ട് വരുന്നു. അതിന്റെ പിന്നിൽ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഉണ്ട്. രാഹുൽ ഗാന്ധിയെ അപ്രസക്തമാക്കാനുള്ളൊരു തന്ത്രവുമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അതൊന്നുമല്ല. ഇപ്പോ ഈ കെജ്രിവാളാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രധാനമന്ത്രി ആവേശേണ്ടത്. അദ്ദേഹത്തിന്റെ കൂടെയാണ് ജനാധിപത്യമുള്ളത്. അദ്ദേഹമാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ഇതാ കെജ്രിവാളിന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ PA സ്ത്രീ പീഡനത്തിന്റെ പേരിൽ, സ്ത്രീയെ ആക്രമിച്ചു എന്ന പേരിൽ, അതും വേറൊന്നുമല്ല, സ്വന്തം പാർട്ടിയുടെ MP ആയ രാജ്യസഭ MP ആക്രമിച്ചു എന്ന പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിവരം പുറത്തു വരുന്നു. ഇത് കെജ്രിവാളിന്റെ ഈ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഇമേജിന് കോട്ടം തട്ടിയിരിക്കുന്നു. ഈ കിട്ടിയ അവസരം BJP വലിയ പ്രചരണമായ ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നതാണ് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ കാണുന്ന ഏറ്റവും പ്രത്യേകത. രാജ്യസഭ MP ആയ സോദി മനിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കെജ്രിവാളിന്റെ വീട്ടിൽ നിന്നുമാണ് വൈഭവ് കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. സോദി മാനിവാളിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടിയെടുത്തത് എന്നതും എടുത്ത് കാണിക്കേണ്ട, അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു വിശേഷം തന്നെയാണ്. ഡൽഹി എയിംസിൽ നിന്ന് 3 മണിക്കൂറോളം സോദി മാനിവാൾ നേരിട്ടത് ക്രൂരമർദ്ദനമാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഇടത്തെ കാലിനും കണ്ണിനും താഴെയും കവിളിലും പരിക്കുകളുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ നെഞ്ചിലും അടിവയറ്റിലും അടിയേറ്റ പാടുകൾ കണ്ടെത്തി എന്നതാണ്. നെഞ്ചിലും അടിവയറ്റിലും ഒക്കെ ചവിട്ടേറ്റ പാടുകളുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വൈഭവ് കുമാർ 7 തവണ മുഖത്തടിച്ചു എന്ന് FIR വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് പാർട്ടിയുടെ MP മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കവിളിൽ 7 പ്രാവശ്യം അടിക്കുന്നു. അതുപോലെ തന്നെ നെഞ്ചിലും വയറ്റിലും ചവിട്ടുന്നു. ചവിട്ടിയ പാടുകളുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടും പറയുന്നു. നോക്കണം, അടിവയറ്റിലും നിരവധി ചവിട്ടേറ്റിട്ടുണ്ട്. മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചു. തനിക്ക് ആർത്തവമാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ക്രൂരമർദ്ദനം തുടർന്നെന്നും സോദി മനിവാളിന്റെ മൊഴിയെ അടിസ്ഥാനമാക്കി പോലീസ് FIR പറയുന്നുമുണ്ട്. വിവരം പുറത്തു പറഞ്ഞാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് വൈഭവ് കുമാർ ഭീഷണിപ്പെടുത്തിയതായും FIR കോടതി മുമ്പാകെയും സോദി രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രത്യേകത. പിടിച്ചു തള്ളി, മുറിയിലെ മേശയിലെ തലയിൽ ഇടിച്ചു വീണു, നിരവധി തവണ മുഖത്തടിച്ചു, നെഞ്ചിലും വയലിലും സ്വകാര്യ ഭാഗത്തും ചവിട്ടി, മുടിയിൽ പിടിച്ച് മുറിയിൽ വലിച്ചിഴച്ച് മുദ്രയ്ക്കരുതെന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും കേട്ട ഭാവം നടിച്ചില്ല. സംഭവ സമയത്ത് മുഖ്യമന്ത്രി വസതിയിൽ ഉണ്ടായിരുന്നതായും FIR കെജ്രിവാൾ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
മെയ് 13 രാവിലെ 9 മണിയോടെയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ബസ്സിലെത്തിയത്. അരവിന്ദ് കെജ്രിവാളിനെ കാത്ത് വീടിന്റെ ഡ്രോയിങ് റൂമിൽ ഇരിക്കുമ്പോഴാണ് ക്രൂരമായ ആക്രമണം ഉണ്ടായത്. ഡ്രോയിങ് റൂമിൽ ഇരിക്കുകയായിരുന്ന തന്നെ ഒരു പ്രകോപനവുമില്ലാതെ വൈഭവ് കുമാർ അസഭ്യം പറയുകയായിരുന്നു. പിന്നാലെയാണ് ക്രൂരമർദ്ദനം ഉണ്ടായത് എന്നും ഈ മൊഴിയിൽ ഇവർ പറയുന്നുണ്ട്. സോദി മലിവാൾ രേഖാമൂലം നൽകിയ പരാതിയിൽ വൈഭവ് കുമാറിനെതിരെ IPC സെക്ഷൻ 354, 506, 509, 321 എന്നീ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അഡീഷണൽ പോലീസ് കമ്മീഷണർ PS കശ്യഹായുടെ നേതൃത്വത്തിലുള്ള ഡൽഹി പോലീസ് സംഘം വ്യാഴാഴ്ച സോദിയുടെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. എന്തായാലും ഈ വിഷയം കെജ്രിവാളിന്റെ ഇമേജിനെ തകർത്തിരിക്കുന്നു. ഈ ഒരു സ്വന്തം MP ആയ ജനപ്രതിനിധി ആയിരുന്നിട്ട് പോലും ഈ സ്ത്രീ വിമോചനത്തെക്കുറിച്ചും സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ചും പറയുന്ന കെജ്രിവാളിന്, ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് ഉയർത്തി പറയുന്ന കെജ്രിവാളിന് തടയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഇത്രമാത്രം ക്രൂരതയാണ് ഒരു ജനപ്രതിനിധിക്ക്, ആ പാർട്ടിയുടെ തന്നെ ജനപ്രതിനിധിക്ക്, ഒരു സാധാരണ സ്ത്രീയല്ല, ഉണ്ടായത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എന്തായാലും BJP ഈ വിഷയം വളരെ ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് ഉപയോഗിച്ചും വരുന്നുണ്ട്.